ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 സ്പൂണ് കടുക് ഇട്ടെടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് 1.5 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മറന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ചേർത്തൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. 3/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറാവൊന്നും വേണ്ട, നല്ലോണം വാടി കിട്ടിയാൽ മതി. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ 1/2 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാലക്ക് പകരം ചിക്കൻ മസാല ആയാലും മതി. ഈ മസാലപ്പൊടികളെ പച്ചമണം മറന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളെ പച്ചമണക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിക്ക് പകരം 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്താലും മതി. ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് ഇതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്ക് തക്കാളി നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇത് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്, അത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 3/4 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ നല്ലോണം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ നല്ലോണം കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ വേവാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ചിക്കൻ വേവാനായിട്ട് 5 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത്രയും ഡ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പെപ്പർ ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.